ഗൃഹപ്പിഴ. ഞാന് ഗൃഹപ്പിഴ, ആരോഗ്യം, പിന്നെ നമ്മുടെ ദിവ്യബുദ്ധി, പെൺവിഷയം, ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഓരോന്നിനും ഹെഡിങ് കൊടുത്തിട്ടാണ് ഓരോ ഒക്കെ കണക്റ്റഡ് ആട്ടോ, ഫുള്ള് കണക്റ്റഡ് ആണ്. ഇപ്പൊ ഞാൻ ഗൃഹപ്പിഴനെ പറ്റി പറയാം. ഗൃഹപ്പിഴ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു വാസ്തു ആളെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വാസ്തുവിന്റെ ആളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആളിങ്ങനെ ഒരു പേപ്പർ ഉണ്ടോന്ന് ചോദിക്കും, പെന്നുണ്ടോന്ന് ചോദിക്കും. ചിലർ പെന്നും പേപ്പറായിട്ട് വരും, ചിലർ ഉണ്ടോന്ന് ചോദിക്കും. അപ്പം മൊത്തത്തിൽ അളവപ്പെടും. അല്ലെങ്കിൽ ഈ വാസ്തു എന്ന് പറയുന്നത് പലർക്കും ചെയ്യാവുന്ന കേസാണ്. പണിപ്പയർക്ക് ചെയ്യാം, ശരിക്കും ചെയ്യാം, പിന്നെ ഇതിനെപ്പറ്റി നന്നായി പഠിച്ച ആളുകൾക്ക് ചെയ്യാം, ഒന്നും അറിയാത്തവർക്ക് ചെയ്യാം. ഞാൻ ഇതിനെ പറ്റിയിട്ട് നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷെ കിഴക്ക്, ഈസ്റ്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വെസ്റ്റ്. പിന്നെ കിഴക്കിന്റെ വലതുവശം, കിഴക്കിന്റെ ഇടതുവശം വടക്ക്. നമ്മൾക്കിപ്പോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് എന്താ വെച്ചാൽ കിഴക്കാണ്. ഈ കിഴക്കിന്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്, ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് വെസ്റ്റ്. പിന്നെ കിഴക്കോട്ട് നമ്മൾ ജസ്റ്റ് അഭിമുഖമായിട്ട് നിൽക്കുമ്പോൾ വലത്തെ കൈ എവിടെയാണ്, അതാണ് തെക്ക് ഭാഗം, സൗത്ത്. നേരെ ഓപ്പോസിറ്റ് നോർത്ത് മീൻസ് വടക്ക്. ഈ സംഭവം കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഏതൊരാൾക്കും നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ കിഴക്കും വടക്കും ആകെ തെറ്റും. പിന്നെ ഇപ്പൊ ഫോണിൽ അതിനുള്ള സിസ്റ്റങ്ങളുണ്ട്. ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫോണിൽ എന്തായാലും പറയാ, ഒരു കാലിബ്രേഷന്റെ ആ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിഴക്കും വടക്കും തെക്കൊക്കെ കറക്റ്റ് മനസ്സിലാക്കാം. ചില വീടുകൾ, ചില സ്ഥലങ്ങൾ, ചില പ്രോപ്പർട്ടികളില് ചെരുവുകൾ. ഈ കിഴക്ക് വടക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഭൂമിന്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചാണ് അതിന്റെ മാഗ്നറ്റിക് പവർ നിൽക്കുന്നത്. ഭൂമിയുടെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ശുക്രം തെളിയാൻ പോകണം. ആരുടെ? വാസ്തു നോക്കുന്നവരുടെ ശുക്രം തെളിയാൻ പോകും. നോർമലി വാസ്തു നോക്കിയിട്ടൊക്കെ വീടുണ്ടാക്കിയ ആളുകളുണ്ടാവും, പലതും ഉണ്ടാവും, ഒക്കെ ഉണ്ടെങ്കിലും വാസ്തുശാസ്ത്രം, ഇപ്പൊ ജ്യോതിശാസ്ത്രജ്ഞന്മാർ, പണിക്കന്മാരുടെ ശുക്രൻ ഏകദേശം തെളിഞ്ഞു നിൽക്കുന്ന കാലമാണ്. എന്താന്ന് വെച്ചാൽ ഇത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇന്നലെ വരെ ജീവിച്ച ജീവിതമല്ല ഇനി ജീവിക്കുന്നത്. വ്യത്യാസപ്പെടുത്തിയേ തീരൂ. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ സാധനങ്ങളും, ഇപ്പൊ ഗൃഹപ്പിഴ കണക്റ്റഡ് ആണ്, പെണ്ണുവിഷയം കണക്റ്റഡ് ആണ്, ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, ഇനി അതുമായിട്ട് കണക്റ്റഡ് ആണ് ആരോഗ്യം, അതുമായിട്ട് കണക്റ്റഡ് ആണ് സാമ്പത്തികം. ഞാനിപ്പോ ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട്. ബിസിനസ് ഇന്റലിജൻസ് പറഞ്ഞു. ആ ബിസിനസ് ഇന്റലിജൻസിൽ മൂന്നേ വിഷയങ്ങളാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഒന്ന് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പി. നമ്മൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ. അപ്പൊ ഈ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യമായിട്ട് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? സാമ്പത്തികം. ഇതേപോലെ തന്നെയാണ് ഈ എല്ലാ കിനോളജിയുമായിട്ടും കണക്ഷൻ ഉണ്ട്, ഫുൾ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു വീഡിയോ പോലും ഇനി മുതൽ 5 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോ ഞാൻ പറയാ, പോസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഗൃഹപ്പിഴയുടെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ക്ലിയർ ആക്കിയാലും, ഇപ്പൊ ഇടുക്കിയിൽ ഒരു ടീം വീടിന്റെ മേലേക്ക് മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെട്ടു. ആ വീട് എത്ര നല്ലതായിക്കോട്ടെ, ആ വാസ്തുവിന്റെ ശാസ്ത്രജ്ഞൻ ഇന്നലെ വന്നിട്ട് പക്ക ക്ലിയർ ആക്കിയതായിക്കോട്ടെ, മണ്ണിടിഞ്ഞ് വീണ് ആ വീട്ടിലുള്ള ആളുകൾ ഇപ്പൊ മണ്ണിന്റെ അടിയിൽ മരണപ്പെട്ടു എന്ന് കേൾക്കുന്നുണ്ട്. ന്യൂസ് നമുക്ക് കറക്റ്റായിട്ട് അറിയണില്ല. എന്നാലും ചെറിയ കിട്ടിയ ഹിന്റ് വെച്ചിട്ട് അതില് ഗൃഹനാഥൻ മരണപ്പെട്ടു, ഭാര്യ രക്ഷപ്പെട്ടു. പക്ഷെ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു പേപ്പറിന് വേണ്ടിയിട്ട് അവർ രണ്ടാമത് അവിടെ പോയ സമയത്താണ് ഈ മണ്ണിടിഞ്ഞെന്ന് പറഞ്ഞത്. ആ ഗൃഹത്തിന്റെ പിഴയാണോ അതോ അവരുടെ പിഴയാണോ? അവർക്ക് ഗവൺമെന്റ് ശരിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. ഈ വീട്ടിൽ നാളെ ഇവിടെ വേറെ ഒരു പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ ഗവൺമെന്റ് അതിൻ്റെതായ രീതിയിൽ, കാരണം ഇതിന്റെ സയൻസ് നാളെ എന്താ സംഭവിക്കാൻ സാധ്യത എന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ MLA-മാരും മന്ത്രിമാരും അവർക്കൊക്കെ ഒരു പരിധി വരെ അവർക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി തരാൻ പറ്റും. ഇത് ചെയ്ത ടീം അതിന്റെ ഇടയിൽ നിന്നാണ് ഇപ്പൊ ഇവരെന്ത് ചെയ്ത് വീണ്ടും ആ വീട്ടിലേക്ക് പോയത്. എന്തൊരു പേപ്പർ എടുക്കാൻ വേണ്ടി. ആ പേപ്പർ പോവാണെങ്കിൽ പോട്ടെ, കുറച്ച് സമയം പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ ആ ക്യാമ്പിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഇന്ന് അതിൽ ഒരാൾ മരണപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത്, ജീവിക്കുമായിരുന്നില്ല. അപ്പൊ ഗവൺമെന്റിന്റെ അടുത്തുള്ള തെറ്റല്ല,
ഗ്രഹത്തിന്റെ അടുത്തുള്ള തെറ്റുമല്ല. ഇപ്പൊ ഈ ഗ്രഹപ്പിഴ എന്ന് പറഞ്ഞ സംഭവം ഗ്രഹത്തിന്റെ അടുത്തുള്ള തെറ്റോ ഗവൺമെന്റിന്റെ അടുത്തുള്ള തെറ്റോ ഒന്നും, ദിവ്യബുദ്ധി. അപ്പൊ അത് കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഗ്രഹപ്പിഴയുമായിട്ട് അടുത്ത ദിവസം